പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു മാസമായി വന്നിട്ട് നമ്മുടെ അനാമികയുടെ അച്ഛനെ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് അനാമിക വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും വെല്ലുവിളിക്കണ്ട, നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പയ്യന്മാരുമായിട്ടാണ് കൂട്ട് എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി അവരുടെ കൂടെയായിരിക്കും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. അതിനെക്കൊണ്ട് സൂക്ഷിച്ചു നിന്നാൽ നിനക്ക് നന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അനാമികയെ ഞെട്ടിക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദു അയാളെയും കൂട്ടി പോവുകയാണ്. ഉടനെ തന്നെ സ്റ്റേഷനിലെത്തി ജയിലിലേക്ക് ഇട്ടതിന് ശേഷം നന്ദു തൻ്റെ കലിപ്പൊക്കെ തീർക്കുകയാണ്. തല്ലി ചതയ്ക്കുന്നുണ്ട് വേണുവിനെ, മുഖത്തും അതുപോലെ തന്നെ നല്ലോണം വയറിനൊക്കെ ഇടി കൊടുക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്താ മാഡം ഈ ചെയ്യുന്നത്, ഇയാൾ നമ്മുടെ സാറിന് വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് തല്ലി ചതയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതൊക്കെ താൻ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പിന്നെ ഇയാൾ ആരുടെ ആളായാലും തെറ്റ് ചെയ്തവനാണ്, അതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അയാളുടെ സാറിൻ്റെ ആളായതുകൊണ്ടാണ് അയാൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ല ഇടി കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദു തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അനാമികയുടെ അച്ഛനോട് പറയുന്നുണ്ട്, താൻ ഏത് കൊമ്പത്തെ ആളായാലും എനിക്കൊരു ചുക്കുമില്ല, താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ താൻ തന്നെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇടിക്കുകയാണ്. അപ്പോൾ അയ്യോ തല്ലല്ലേ മാഡം തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് അലറിക്കരയുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ഇല്ലാത്ത തെറ്റ് എൻ്റെ തലയിൽ ചുമത്തി, ഇല്ലാത്ത കേസ് ചുമത്തിയിട്ടല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അയ്യോ ഇല്ലാത്ത കേസ് പോലും, ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും, എന്തോ ഒരു പാവം, താൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ച് ഒരു പരുവത്തിലാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് സച്ചിദാനന്ദൻ സ്റ്റേഷനിലോട്ട് വരുന്നത്. ഉടൻ തന്നെ കോൺസ്റ്റബിൾ ചെന്ന് പറയുന്നുണ്ട്, അയ്യോ മാഡം അയാളെ തല്ലി ചതയ്ക്കുകയാണ്, ഞാൻ സാറിൻ്റെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് പോലും മാഡം നിർത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദന് ചിരിയാണ് വരുന്നത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവളും ഇടിക്കുകയാണ്, അവൾക്കറിയാം, പിന്നെ ഒരു പാകത്തിനെ തല്ലി ചതക്കുകയുള്ളൂ, എന്തായാലും ഒരു ലോക്കപ്പിലിട്ട് ഒരാളെ തല്ലി ചതയ്ക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്, അതേ അവൾ ചെയ്യുള്ളൂ, അതെനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റബിൾ ചിന്തിക്കുന്നുണ്ട്, ഓ സാറിന് വേണ്ടപ്പെട്ട ആളായിട്ട് പോലും കെട്ടാൻ പോകുന്ന പെണ്ണ് അയാളെ പിടിച്ച് ഇടിക്കുന്നത് കണ്ടിട്ട് ഒന്നും പറയാത്തൊരു പോങ്ങൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ സച്ചിദാനന്ദൻ നന്ദുവിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അപ്പം എന്താ സാർ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു താൻ അയാളെ തല്ലിയത് എന്താണെന്നൊക്കെ മനസ്സിലായി, പക്ഷേ ലോക്കപ്പിലിട്ട് ഇങ്ങനെ തല്ലി ചതയ്ക്കാനുള്ള വലിയ റൂളൊന്നും നമുക്കില്ല, അത് തനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു പേടിയുമില്ല സാർ, തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയാളെ ശിക്ഷിച്ചത്, അയാൾ ചെയ്ത തെറ്റുകൾ എന്താണ് എന്നുള്ളത് നല്ലോണം എനിക്കറിയാം, അതിനെക്കൊണ്ട് എനിക്കറിയാൻ പേടിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.